ഇതുപോലെ നല്ല ആരെടുത്തൊരു കലത്തപ്പം വളരെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കിയെടുക്കാം. 1 കപ്പ് പച്ചരി 3-4 വട്ടം കഴുകിയെടുത്തതിന് ശേഷം 3 മണിക്കൂർ കുതിർത്തെടുത്തതാണ്. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് 1/4 കപ്പ് ചോറും ചേർത്ത് 1/2 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി, 1/2 കപ്പ് വെള്ളം അതുകൂടി ചേർത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കുക. ആ അരച്ചെടുത്ത മാവ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്ത് ആ മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് അതൊന്ന് കഴുകിയെടുത്ത് ആ 1/4 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് ആ മാവ് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് വയ്ക്കുക. ഇനി അതിലേക്ക് ഏകദേശം ഒരു 200-250 ഗ്രാം ശർക്കര, ഞാൻ 200 ഗ്രാമാണ് എടുത്തത്, മധുരം പോരാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി എടുക്കാം, നന്നായി ഒന്ന് ഉരുക്കി പാവാക്കി എടുക്കുക. ശർക്കര പാനിയാണ്, ഒരു നൂൽ പരുവൊന്നും ആവേണ്ട ആവശ്യമില്ല. അങ്ങനെ എടുത്ത ആ ശർക്കര പാവ് അതേ ചൂടോടുകൂടി തന്നെ ആ മാവിലേക്ക് ഇതുപോലെ ഒഴിക്കുന്നതിനോടൊപ്പം തന്നെ ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ മാവ് പെട്ടെന്ന് വെന്തു പോകും. ഇളക്കി കൊടുത്ത ആ മാവിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കുക. ഒരു 10 മിനിറ്റ് അത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അതിനുശേഷം നമ്മൾ കടുക് താളിക്കുന്ന പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് അതിലേക്ക് 1/4 കപ്പ് ചെറുതായി നുറുക്കിയ നാളികേരം ഇട്ട് കുറഞ്ഞ തീയിൽ 3-4 മിനിറ്റ് ഒന്ന് വറുത്തെടുക്കുമ്പോഴേക്കും ചെറിയൊരു ബ്രൗൺ നിറമാവും. അതിലേക്ക് ഒരു 10-15 ചെറിയ ഉള്ളി വളരെ കുഞ്ഞിതായി അരിഞ്ഞെടുത്ത് അതുകൂടെ അതിലേക്ക് ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് ഒരു ബ്രൗൺ നിറം വരുന്നവരേക്കും ഒന്ന് മുരിച്ചെടുത്തതും കൂടെ ആ മാവിലേക്ക് ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുഞ്ഞി കലത്തപ്പായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതേ പാനിലേക്ക് തന്നെ ഞാനിവിടെ ഒരു 3-4 തവി മാവ് ഒഴിച്ചു കൊടുത്ത് അടച്ചു വെച്ച് കുറഞ്ഞ തീയിൽ ഒരു 3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ തന്നെ കുഞ്ഞി കലത്തപ്പം കിട്ടും. അങ്ങനെയും ചെയ്യാം. ഒരു തവയിലേക്ക് 1 സ്പൂൺ ഓയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണ, അതും അല്ലെങ്കിൽ നെയ്യ് എന്താണെന്ന് വെച്ചാൽ അതിലേക്ക് ഒഴിച്ച് ആ മാവെല്ലാം കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറഞ്ഞ തീയിൽ 7-8 മിനിറ്റ് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കുക. ഇടയ്ക്കൊന്ന് അതിൻ്റെ ലിഡൊന്ന് തുറന്നു കൊടുത്ത് അതിൻ്റെ മുകളിലുള്ള വെള്ളം മുഴുവനൊന്ന് തുടച്ചെടുത്തതിന് ശേഷം പിന്നെയും അടച്ചു വയ്ക്കുക. ആ ഈർപ്പം അതിലേക്ക് വീഴരുത്. കുറഞ്ഞ തീയിൽ ഒരു 8 മിനിറ്റ് വേവിച്ചെടുത്തതിന് ശേഷം അത് ഓഫ് ചെയ്തിട്ട് അതുപോലെ ഒരു 10-15 മിനിറ്റ് ആ പാനിൽ തന്നെ വെച്ചിരിക്കുക. അത് കഴിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ ആ തവയിൽ നിന്നും ഇതുപോലെ വിട്ടുവരും. നല്ല ആരെടുത്തൊരു കലത്തപ്പം റെഡി. അരി കുതിരേണ്ട സമയം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. എല്ലാം കൂടെ ഒരു 10-15 മിനിറ്റിനകം നല്ലൊരു കലത്തപ്പം വളരെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും.